പാകിസ്ഥാനിൽ നിക്ഷേപം നടത്തിയ ഒരു രാജ്യമാണ് ചൈന. ആ ചൈനയ്ക്ക് കൈ പൊള്ളിയിരിക്കുകയാണ്. നാണവും പോയി, മാനവും പോയി, കാശും പോയി എന്നുള്ള രീതിയിലാണ് ചൈന പാകിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് അടുക്കാൻ പോലും ചൈന ശ്രമിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴിതാ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്ക, അതായത് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവമായിട്ടുള്ള, അല്ലെങ്കിൽ മരണപ്പെട്ട, അല്ലെങ്കിൽ ചത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഡെഡ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങിക്കുകയോ അവിടെ വിൽക്കുകയോ ചെയ്യരുത് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് അമേരിക്കയ്ക്ക് നമ്മൾ തുറന്നു കൊടുത്തില്ല എന്നുള്ളതുമാണ്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ നമ്മൾ നട്ടല് വളച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ നിരാശയിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന, പാകിസ്ഥാനിൽ ഞാൻ നിക്ഷേപിക്കാൻ പോകുന്നു, പാകിസ്ഥാനിൽ ഒരു വമ്പൻ നിക്ഷേപം നടത്തും, പാകിസ്ഥാനിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്ത ആ എണ്ണ ഇന്ത്യ വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കൊണ്ടെത്തിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയ്ക്ക് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം ഡൊണാൾഡ് ട്രംപിന് ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മുന്നറിയിപ്പാണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാനിൽ വൻതോതിലുള്ള എണ്ണശേഖരം വികസിപ്പിക്കാൻ സഹായിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇസ്ലാമാബാദും വാഷിംഗ്ടണും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള വ്യാപാര കരാറിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യാഴാഴ്ച ട്രംപിന് നന്ദി പറയുകയും ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. മറുവശത്ത് ബലൂച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ മിർ യാർ ബലൂച്ച് ട്രംപിനൊരു കത്തെഴുതി ഇസ്ലാമാബാദിൻ്റെ സൈനിക നേതൃത്വം പാകിസ്ഥാൻ്റെ യഥാർത്ഥ ഭൂമിശാസ്ത്രത്തെയും വിഭവങ്ങളെയും ഉടമസ്ഥാവകാശത്തെയും കുറിച്ച് അമേരിക്കയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് അമേരിക്ക ഇപ്പോൾ പറയുന്ന കുഴിക്കാൻ പറ്റുന്ന ഭൂമി എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഭൂമിയല്ല, അത് ഞങ്ങളുടെ ഭൂമിയാണ്. അപ്പോൾ ഞങ്ങളോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരിനോടാണ്. പാകിസ്ഥാൻ സർക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞിരിക്കുന്നത്. ഈ എണ്ണശേഖരം പഞ്ചാബിലല്ല, ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ എണ്ണശേഖരം വികസിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ US-ഉം പാകിസ്ഥാനും ഒപ്പുവെച്ചതായി ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് ബലൂചിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനുമായിട്ടുള്ള എണ്ണ കരാറിൽ മിർ യാർ ബലൂച്ച് ഇപ്പോൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ട്രംപിൻ്റെ എണ്ണ ധാതുശേഖരം തിരിച്ചറിഞ്ഞത് ശരിയാണ് എന്ന് ബലൂചിസ്ഥാൻ വിമത നേതാവ് മിർ യാർ ബൂച്ച് പ്രതികരിച്ചു. എന്നാൽ ഈ ശേഖരം പാകിസ്ഥാനിലല്ല, മറിച്ച് ഇവിടെയാണ്. ഇത് വേണമെങ്കിൽ ഞങ്ങളോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളിപ്പോൾ ഇത് ആർക്കും ഖനനം ചെയ്യാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.